പ്രൈസ് ദി ലോർഡ്. ഇന്ന് തിരുവോണമല്ലേ? എല്ലാവരും മലയാളികൾ എല്ലായിടത്തും ആഘോഷത്തിമുറപ്പിലാണ്. നാം ഒരു കാലത്ത് മലയാളികൾ എന്ന് പറയുമ്പോൾ നാം മലയാളികളാണല്ലോ. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ദൈവത്തിൻ്റെ കൃപയിൽ വരുന്നതിന് മുമ്പ് ഈ ലോകപ്രകാരം ജീവിച്ചവരല്ലേ നമ്മളല്ലേ? മദ്യത്തിനും ലോകപ്രകാരവും ഒക്കെ ജീവിച്ച് ഓണമൊക്കെ ആഘോഷിച്ച് ഓണം ഉണ്ടും അല്ലേ ഒക്കെ ജീവിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൃപയിലായിരിക്കും. കൃപയാൽ നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവസ്നേഹത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അല്ലേ. ലോകരെ നോക്കിക്കേ, ലോകരെല്ലാവരും ഈ വില കൊടുക്കിടക്കുന്ന ആ സമയത്തും ആ മഴക്കാലമാണ് എങ്കിലും അതൊന്നും അവർ വകവയ്ക്കാതെ അവർ ഓണം ആഘോഷിക്കുകയാണ്. ആഘോഷിക്കട്ടെ, ഒരു ദിവസത്തെ സന്തോഷം അവരാഘോഷിക്കട്ടെ അല്ലേ. പണ്ടും നമ്മളിതുപോലെ സന്തോഷിച്ചവരല്ലേ. തൂശനില വെട്ടി ഉണ്ടാകുന്ന കറികളെല്ലാം കൂടെ കൂട്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ച് ഊഞ്ഞാലാടി തിരുവാതിര കളിച്ചും അങ്ങനെ എന്തെല്ലാം അല്ലേ കാര്യങ്ങളിലൂടെ കടന്നുപോയവരല്ലേ. അപ്പോൾ അതില്ലാത്തിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ട് കർത്താവ് നമ്മളോടൊരു വാക്യമായിട്ട് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞത് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. എന്താണ്? എപ്പോഴും സന്തോഷിപ്പിനെന്നാണല്ലേ. എപ്പോഴും സന്തോഷിക്കണം. ദുഃഖത്തിലും സൗഖ്യത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും സന്തോഷിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം എപ്പോഴും സന്തോഷിക്കുക. നമുക്കെപ്പോഴും സന്തോഷമാണ്. പ്രാർത്ഥനയിൽ സന്തോഷമാണ്, ആരാധനയിൽ സന്തോഷമാണ് അല്ലേ? ആണോ? സ്തോത്രം. ചിലരുടെ ജീവിതത്തിൽ ചിലരോട് ചോദിച്ചാൽ പറയും പ്രാർത്ഥനയിൽ സന്തോഷമാണോ? പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയൊന്നും കിട്ടിയേ, എന്തോ സന്തോഷിക്കാനല്ലേ. അല്ല, ദൈവത്തിൻ്റെ ജനത്തോട് പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ദൂത് നിവർത്തിക്കും. സെക്കറിയാവിനോട് പറഞ്ഞ ദൂത് നിവർത്തിച്ചില്ലേ? ശിമിയോനോട് പറഞ്ഞ ദൂത് നിവർത്തിച്ചില്ലേ? എലിയാവിനോട് പറഞ്ഞത്, എലിശായോട് പറഞ്ഞതൊക്കെ നിവർത്തിച്ചില്ലേ? ശമരിയ പട്ടണത്തോട് നോക്കിക്കൊണ്ട് എലിശ പറഞ്ഞ ദൂത് നിവർത്തിക്കപ്പെട്ടില്ലേ? അപ്പോൾ ദൂതുകളൊക്കെ നിവർത്തിക്കും കേട്ടോ. അത് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്താൽ കർത്താവിൻ്റെ മഹത്വം കാണാൻ കഴിയും. നമ്മൾ പറയുന്നത് എന്താ? എനിക്ക് ഒരു പിടി മാവേ ഉള്ളൂ, 2 പിറകേ ഉള്ളൂ, ഇല്ലേ, വിധവയുടെ കൂട്ട് മരിക്കാനിരിക്കുക എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് മരണമാണ്, ദുഃഖമാണ്, വേദനയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഒന്നും അല്ലെന്നേ. എല്ലാവർക്കും എല്ലാം ഉണ്ട്. എല്ലാവർക്കും കർത്താവുണ്ട് കൂടെ. കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടല്ലോ. ദുഷ്ടനാകുന്ന, വെല്ലുവിളിക്കുന്ന പിശാചിൻ്റെ നിരാശയുടെ ഒക്കെ ആ പിടിയിൽ നിന്നും വിടുവിക്കപ്പെട്ട് സ്വതന്ത്രരായി സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഈ ലോകത്ത് ദുഃഖിച്ചും വേദനിച്ചും ഭാരപ്പെട്ട് നടക്കാനല്ല. ഈ ലോകപ്രകാരം ഉള്ളവരെല്ലാം അങ്ങനെ ജീവിക്കട്ടെ. അവർക്ക് ഈ ഒരു ദിവസത്തെയോ ഒരു നേരത്തെയോ സന്തോഷമേ ഉണ്ടാവത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും അവരുടെ കണ്ണുനീരും വേദനയും ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ കർത്താവിൻ്റെ മക്കൾക്ക് അങ്ങനെയല്ല. എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും ആനന്ദമാണ്. ആ സന്തോഷം തരാനാണ് കർത്താവ് നമ്മുടെ ഭൂമിയിലേക്ക്, നമ്മുടെ ജീവിതത്തിലോട്ടും വന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ചത് കേട്ടോ. അത് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുത്ത് സന്തോഷത്തോടെ ആയിരിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് തന്നിരുന്നുകൊണ്ട്, കർത്താവിലായതുകൊണ്ട് നാം സന്തോഷത്തോടെ ആയിരിക്കുക. കർത്താവിലെവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.